ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം ചക്ക പറിക്കാൻ വേണ്ടി വേലാവിൻ്റെ ചോട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇതാ 2 ചക്ക ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കൊത്തിയിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് ചക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അങ്ങനെ ചക്കയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചക്ക മുറിച്ച് ചെറിയ പീസാക്കി കൊടുത്ത് ഇനി ഇതിൽ ചുളയെല്ലാം ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചക്കയെല്ലാം മുഴുവനായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതൊന്ന് ചെറുതായി മുറിച്ച് കൊടുക്കുന്നുണ്ട്. ചക്കയെല്ലാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി, 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വിസിലിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചക്കയെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച് ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി ചക്ക വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഉപ്പിലിട്ട മാങ്ങൻ്റെ നീരിൻ്റെ എല്ലാം കൂടിയാണ് കഴിക്കൽ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.